ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഡൗട്ട് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ഇവ എന്നെ ചീത്തവിളി ആയാൽ പോലും കമൻറ്റ്സിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൗസ് എങ്ങനെയാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം കുറേ ഡീറ്റെയിലുകളും ഞാൻ നോക്കുന്നുണ്ട്. സാധാരണക്കാരായ ബിഗിനേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ കുറച്ച് പറയാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 4:30 ആവുമ്പോൾ, ഇന്ത്യൻ ടൈമിൽ 4:30 ആവുമ്പോൾ നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ ഒരു മീം ടോക്കൺ ആണെന്നൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, ഒന്ന് ചിന്തിക്കുക. മീം ടോക്കൺ നമുക്ക് എന്താവാൻ പോവാണ്, ലിസ്റ്റിംഗ് ആവാൻ പോവാണ്. അപ്പോൾ ഈ ലിസ്റ്റിംഗ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് പൈസയാക്കി മാറ്റാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവരുടെ ഏതിലേക്ക് വന്നിട്ടുണ്ട്, അവൻ്റെ വെബിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വെബിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു മേജർ ഇൻഫർമേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. BNB സീസൺ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എംബ്ലോ ഇല്ലെങ്കിൽ അവിടെ ഒരു ലോഗോ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിംഗ് ടൈമിൽ അതിന് മുമ്പ് തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലിസ്റ്റിംഗ് സമയമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാറ്റിയപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ബിനാൻസിലൊക്കെ വരാൻ പോവുകയാണല്ലോ, അത് കാരണമായിരിക്കും ഇതിനൊക്കെ വൈകിയതാണ്. പക്ഷേ ബിനാൻസിലൊന്നും ഇത് എന്ത് ചെയ്യുന്നില്ല, ലിസ്റ്റിംഗ് ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെൻറ്റും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ എന്താണ്, ലിസ്റ്റിങ്ങിൻ്റെ തൊട്ട് മുമ്പ് തന്നെ BNB സീസൺ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സീസൺ തന്നെ അവർ വരാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹോൾഡ് ചെയ്യാൻ കുറേ ആൾക്കാരോട് പ്രേരിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹോൾഡ് ചെയ്യാതെ നിൽക്കരുത്. ഇത് വന്നിട്ട് നല്ല രീതിയിൽ പമ്പാവുകയാണെങ്കിൽ വന്ന ഉടനെ എല്ലാവരും നല്ല രീതിയിൽ സെല്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് സെല്ല് ചെയ്തിട്ട് ഇത് ഇത്രയെങ്കിലും പമ്പാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെല്ല് ചെയ്തതിൻ്റെ പാതി എമൗണ്ട് കൊണ്ടോ അങ്ങനെയൊക്കെ എമൗണ്ട് കൊണ്ടൊക്കെ നിങ്ങൾ ഏറ്റവും വിലക്കുറവിൽ മേടിച്ചിട്ട് പതുക്കെ പമ്പാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അപ്പോൾ സ്പോട്ട് ട്രേഡ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഹോൾഡ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഒരുപാട് പൈസ കിട്ടുമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും പൈസ കിട്ടില്ല. അതേപോലെ തന്നെ വേറൊരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഓൺ ചെയിൻ എപ്പോഴാണ് ബ്രോ വരിക, എൻ്റെ ഓൺ ചെയിനിലൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ, എനിക്ക് ഓൺ ചെയിൻ ഞാൻ ഒരു എക്സ്ചേഞ്ചും കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ ഓൺ ചെയിൻ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ടാവാം, ഇല്ലെങ്കിൽ അതിനൊരു മണിക്കൂർ മുമ്പാവാം നമുക്ക് ഈ ഒരു ഓൺ ചെയിൻ തരിക. അപ്പോൾ ഓൺ ചെയിനിൽ നിങ്ങൾക്ക് എന്താണ് ഗ്യാസ് ഫീ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ ഗ്യാസ് ഫീ നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങാൻ പറ്റും, സോൾഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റിൽ നമുക്ക് എന്ത് വാങ്ങാൻ പറ്റും, ഈ ഗ്യാസ് ഫീ ഒരു 100 രൂപൻ്റെ സൊലാനയൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ മോസ്റ്റ്ലി അങ്ങനെ തന്നെ വാങ്ങാം. അപ്പോൾ എത്രത്തോളമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, ഈവൻ കുറച്ച് ഡോളേഴ്സ്, $1 താഴെയൊക്കെ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഗ്യാസ് ഫീയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ. എൻ്റെ ഇവിടെ ഞാൻ ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്, 14,204.65 പൗസ് ഞാൻ ബിറ്റ്ഗെറ്റിലേക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിറ്റ്ഗെറ്റിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു അലോക്കേഷൻ അല്ല നമ്മുടെ ഒരു ബിറ്റ്ഗെറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ആൾറെഡി ഉണ്ടായിരുന്ന എത്രത്തോളം ടോക്കൺസ് ആണോ ഉണ്ടായിരുന്നത് അത്രത്തോളം ടോക്കൺസ് നമുക്ക് എവിടെ കിട്ടി, ബിറ്റ്ഗെറ്റിൽ കിട്ടി. അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് കുറേ ബോണസും ഈ ബിറ്റ്ഗെറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോണസ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. അവർ മേ ബി എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ബോണസ് ഒക്കെ കൊടുക്കുന്നത്. ചിലവർക്കൊക്കെ വളരെയധികം കുറവുള്ള ടോക്കൺസ് ഉള്ള ആൾക്കാർക്കാണ് ഈ ഒരു 5000 ബോണസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ബിറ്റ്ഗെറ്റിൽ ഇത് എവിടെയാണ് കാണാം, അതായത് ബൈബിറ്റിലായാലും ഇത് എവിടെയാണ് കാണുക എന്നുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അസറ്റിലേക്ക് വരിക. അപ്പോൾ അസറ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ടിലേക്ക് തൊട്ട് താഴോട്ട് ഇങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങളുടെ പൗസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ പൗസ് കാണുന്നുണ്ട് 14,643.97542 പൗസ് തന്നെ എൻ്റെ ഈ ബിറ്റ്ഗെറ്റിലേക്ക് എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇത് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെല്ല് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, സെല്ല് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ USDT ആയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ എന്തിനാണ് USDT ആയിട്ട് മാറ്റി വയ്ക്കുന്നത്, അതൊരു സ്റ്റേബിൾ കോയിൻ ആണ്, അതിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയില്ല. ഇതൊരു മീം കോയിൻ ആയതുകൊണ്ട് നിങ്ങളിത് എന്ത് ചെയ്യുക, ഇതൊക്കെ ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ കുറയാനോ കൂടാനോ അങ്ങനെയുള്ള സാധ്യതകൾ കുറേ ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റേബിൾ കോയിനായിട്ട് മാറ്റാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് 4:30 ആകുമ്പോൾ ഇവിടെ ട്രേഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നേരെ ഇവിടെ ട്രേഡ് സെൻറ്ററിൽ തന്നെ കിടക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പൗസ് bar USDT സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക്
ഇവിടെ USDT പൗസ് ബാർ USDT എന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഇവിടെ സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ബൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നേരെ സെല്ലിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയത് എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് സ്പോട്ടിൽ. അപ്പം ഞാൻ ഇവിടെ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ അത് ഫുള്ള് കൊടുക്കുന്നുണ്ട്. 100% കൊടുത്താൽ 14,000 എൻ്റെ ടോട്ടലായിട്ടുള്ള പൗസ് നമുക്ക് ഇവിടെ വരും. എന്നിട്ട് നമ്മൾ ഇവിടെ സെൽ പൗസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ലിസ്റ്റിംഗ് ടൈമിലാണ് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവുക എന്നുള്ളൊരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. മേ ബി കുറേ പേർക്ക് കുറേ ഡൗട്ട് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ബൈബിറ്റിൽ കിട്ടിയ ടോക്കൺസ് ഒക്കെ ഇപ്പോൾ റിവേഴ്സ്ഡ് ആയിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ട്രേഡിംഗ് അവൈലബിൾ ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ഇവർ ഈ ഒരു ഡെപ്പോസിറ്റ് വീണ്ടും ചെയ്തു തരണം. അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. മിക്കവാറും ഒരു 90% ആൾക്കാർക്കും ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യാനുള്ള കുറേ സാധ്യതകളും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വെറും 5 മണിക്കൂറും 38 മിനിറ്റും 34 സെക്കൻഡും ആണുള്ളത്. ഈ വീഡിയോ ഇടുമ്പോഴേക്കും ഇതിനേക്കാളും എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരെ ഇവിടെ ട്രേഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക, നേരെ സെല്ലെന്ന് കൊടുക്കുക. ഇവിടെ മാർക്കറ്റ് എന്നാണ് ആക്കേണ്ടത്, ഒരിക്കലും ലിമിറ്റ് എന്നാക്കരുത്. അപ്പോൾ ലിമിറ്റിനും മാർക്കറ്റിനും എന്താണ് വ്യത്യാസം? ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചയിക്കുന്ന പ്രൈസിനൊക്കെ ഇത് സെല്ല് ചെയ്യാം എന്നുള്ളത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ ഈ കറൻറ്റ് ഇവിടെ എന്ത് കാണിക്കുന്ന ഒരു പ്രൈസ് ആണോ ആ പ്രൈസിൽ നമുക്ക് സെല്ല് ചെയ്യാം. അപ്പം ഞാൻ കൂടുതലും പറയുന്നത് മാർക്കറ്റിൽ തന്നെ വന്ന സ്പോട്ടിൽ സെല്ല് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് എത്രത്തോളം വാല്യൂ ഒക്കെ വരും? ഇപ്പോൾ ഒരു 5000 പൗസ് ടോക്കൺ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു 5000 പൗസ് ടോക്കൺ നമ്മൾ ഇതിന് കമ്പയർ ചെയ്യുകയാണ്. ഒരു ഹോൾഡ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നമുക്ക് 1600 ടോക്കൺസ് ആണ് നമുക്ക് ഇവിടെ ബോണസ് ആയിട്ട് കിട്ടിയത്. എനിക്ക് അവിടെ വെറും 190 ടോക്കൺസ് മാത്രമാണ് അലോക്കേഷനിൽ കിട്ടിയത്. അപ്പോൾ ടോട്ടൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപ ഇല്ലെങ്കിൽ ഒരു 1800 രൂപയൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനൊരു വാല്യൂ ഒന്നും വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കാൽക്കുലേറ്ററൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ഇതിന് എന്ത് ചെയ്യാൻ, എത്രത്തോളം പ്രോഫിറ്റ് ആണ്. ഇനി ഒരു പ്രോഫിറ്റ് പ്രെഡിക്ഷനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട. ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾ USDT ആയിട്ട് മാറ്റി. അപ്പോൾ USDT ആയിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ USDT എവിടെ വന്ന് കിടക്കും, നിങ്ങളുടെ സ്പോട്ടിൽ വന്ന് കിടക്കും. അടുത്തത് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതെവിടെ ഒന്ന് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ട്രാൻസ്ഫർ എന്ന് കൊടുത്തിട്ട് ഇവിടെ മേലെ എന്ത് ചെയ്യുക, ഇതൊന്ന് മാറ്റിയിട്ട് സ്പോട്ട് USDT M ഫ്യൂച്ചർ എന്നുണ്ടാവും. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, OTC അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കുക. എന്നിട്ട് നേരെ ഇവിടെ BTC ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, USDT കൊടുക്കുക. എന്നിട്ട് ഫുള്ള് എന്ത് ചെയ്യുക, നേരെ കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇൻ വാലറ്റ് അതിൻ്റെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൺഫേം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായി, അത് ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ആയി. അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്കുക എന്നുള്ളൊരു കാര്യമല്ലേ ഞാൻ കൂടുതലും പറയുന്നത്. നിങ്ങളൊക്കെ KYC കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരല്ലേ. അപ്പോൾ എന്തായാലും P2P വഴി തന്നെ നിങ്ങൾ ചെയ്തോ. ഒരുപാട് റിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ റിസ്കിൻ്റെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. മോർ എന്നുള്ള ഓപ്ഷനിൽ നമുക്കിവിടെ ബൈ സെൽ ഈ സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ P2P ഓർഡർ അവൈലബിൾ ആവും. അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 1,65,000 രൂപ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10,000 രൂപ ലിമിറ്റ് കിടക്കുന്നുണ്ട്, 200 രൂപ ലിമിറ്റ് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ടോക്കൺസ് ആണോ അല്ലെങ്കിൽ USDT ആണോ ഉള്ളത്, അതിപ്പോൾ 10 ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ആരുടെയെങ്കിലൊക്കെ നല്ല വിശ്വാസമുള്ള ആൾക്കാരിനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാനും വാങ്ങാനും പറ്റും. ഇല്ലെങ്കിൽ P2P തന്നെ നിങ്ങൾക്ക് 200 രൂപ 300 രൂപയ്ക്കാണ് അതിൽ നിന്ന് കിട്ടിയത്, ഇല്ലെങ്കിൽ ഒരു 500 രൂപേൻ്റെ താഴെയാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ P2P ചൂസ് ചെയ്യാം. നമുക്കിവിടെ കറൻറ്റ് വാല്യൂ കിടക്കുന്നത് 89.5 ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നോക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഇപ്പോൾ ഇവിടെ പ്രശാന്ത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ട്. ആൾ 230 ഓർഡർ ചെയ്തിട്ടുണ്ട് 30 ഡേയ്സിൽ. 99% അതെന്താണ് സക്സസ് ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ഓർഡേഴ്സിലും അവരുടെ സക്സസ് റേറ്റും എത്രത്തോളം ഓർഡേഴ്സാണ് അവർ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു UPI ID അതേപോലെ തന്നെ ഗൂഗിൾ പേ അങ്ങനെയുള്ള ഏതൊരു പ്ലാറ്റ്ഫോം വഴിയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇവിടെ സെല്ല് എന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ 60 മിനിറ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 60 മിനിറ്റ് കിടക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ലാഗായിരിക്കും, നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് തരും. അതേപോലെ ഒരുപാട് കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക അവർ തരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു 60 മിനിറ്റിൻ്റെ P2P ട്രേഡ് ഒന്നും ഒരിക്കലും എടുക്കരുത്. നേരെ എന്ത് ചെയ്യുക, ഈ 15 മിനിറ്റ് 100% സക്സസ് ഉള്ള ഒരാളുടെ എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ 15 മിനിറ്റുള്ളിൽ തന്നെ ആ ഓർഡർ ഇവർ ചെയ്തില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനും അപ്പീൽ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവർ പൈസ അയച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി ഗൂഗിൾ പേയിൽ പോയി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് അവർ QR കോഡ് അയക്കാൻ
ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാം. അതല്ലാതെ ഫോൺ നമ്പർ, നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യരുത്, അവർക്ക് അയച്ചു കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പൈസയാക്കുക. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് വഴി പൈസയാക്കേണ്ട വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൗസ് എത്രത്തോളം ഇതിലാണ് ലിസ്റ്റ് ആവുക എന്നുള്ളൊരു കാര്യമായിരിക്കും കുറേ പേർക്ക് വേറൊരു ഡൗട്ട്. ഞാൻ എൻ്റെ അപ്രോക്സിമേറ്റ്ലി കുറച്ച് വാല്യൂ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പലതും കമ്പയർ വെച്ചിട്ട് പറയാമല്ലോ. അപ്പോൾ നമുക്കിവിടെ എനിക്കിവിടെ 14,000 സംതിങ് ടോക്കൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ 0.007 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂലായിരുന്നു. നമ്മുടെ ഏറ്റവും നല്ലൊരു മാർക്കറ്റ് ക്യാപ്പും അവർ തരുന്നതിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു ഔട്ട്കം കിട്ടണമെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ $98 കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ 5,000 ബോണസ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് എത്രത്തോളം ഒരു പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കുറച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. 0.002 മുതൽ ഇല്ലെങ്കിൽ 0.009 മുതൽ നമുക്ക് ഏതുവരെ ഒരു 0.002 വരെയൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു പൗസ് ലിസ്റ്റ് ആവാൻ പോകുന്നതെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ലിസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ ആർക്കാണ് ഗുണം, നമുക്ക് തന്നെയാണ് ഗുണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡോഗ്സ് പോലെയൊക്കെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് കയറുക. ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് ഞാൻ ഇടുന്നതിൻ്റെ എന്ത് ചെയ്യുക, ആ പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ഇടുക. കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന് റിപ്ലൈ തരാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. പൗസ് ലിസ്റ്റിംഗ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിലൊക്കെ വരാം, വാല്യൂ ഒക്കെ നോക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.